ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു മൊമെന്റിലേക്ക് അവരെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഒന്ന് വേറെ. ചാക്കിനടിയിലെ ആ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടേ ആ അച്ഛമ്മീനും അമ്മമ്മീനും കൂടി മാറി മാറി വന്ന് ഞങ്ങളെ നോക്കുകയാണ്. നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന ചിന്തയിൽ നിന്നാകട്ടെ ഇന്നത്തെ സുപ്രഭാതം. ഇന്നേ ഇത് വെളുപ്പിന് 3 മണിയാണേ. 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഇത് എങ്ങോട്ടാന്നല്ലേ? അതെ, നമുക്കിന്നൊരു ബ്രൈഡൽ വർക്കുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്താ എൻ്റെ പ്രൊഫഷൻ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് വൈക്കത്ത്, പെൻഗിൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പം നമുക്കിന്നൊരു ബ്രൈഡൽ വർക്കുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ ആരെയും വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഇനി ഒരു ചായ വെക്കണം. ചായ കൂടി നിർത്തണം എന്നൊക്കെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇത് നിർത്താൻ എന്നെക്കൊണ്ട് അങ്ങോട്ട് പറ്റണില്ല. വല്ലാത്തൊരു അഡിഷനാണ്. ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് മഞ്ഞത്ത് കുത്തിയിരുന്നത് ഇങ്ങനെ ഒരു ചൂട് ചായ അങ്ങോട്ട് ആസ്വദിച്ച് കുടിക്കുമ്പം എൻ്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ആൾക്ക് സ്കിൻ ടോണ് ഇങ്ങനെ തന്നെ നിർത്തിയിട്ടുള്ള സിമ്പിൾ മേക്കപ്പ് മതിയെന്നൊക്കെയാണ് കേട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തതായിട്ട് തോന്നരുത് ചേച്ചി, എന്നാൽ എനിക്ക് സുന്ദരിയും ആകുകയും വേണം. അതാണ് ആളുടെ കണ്ടീഷനെ. നമുക്ക് വെളുപ്പിന് ഇത് തീർത്തിട്ട് ഇനി വേറൊരു വർക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വരും, അതിന് മുന്നേ ആയിട്ട് ഇത് കഴിയണം. അപ്പം നമ്മൾ ഏതാണ്ട് ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുവാണേ. ഹെയറിൻ്റെ കാര്യത്തിലും ആൾക്ക് കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കും കൂടി കഴിഞ്ഞെങ്കിലേ എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കിന്ന് വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണല്ലോ. അതും പോരാഞ്ഞിട്ടേ ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മൊമെൻറ്റിലേക്ക് അവരെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ഫീലൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. വഴി കൂടി പോണവരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നട്ടുച്ചക്ക് മുറ്റടിച്ചാൽ പിന്നെ ആരാണേലും ഒന്ന് നോക്കി പോകും. അവർക്കറിയാൻ പാടില്ലല്ലോ ഈ യുദ്ധം വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയതാന്ന്. സൺഡേ ആയിട്ടേ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടുമോ അറിയാനായിട്ട് നമ്മൾ തെറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. സാധാരണ വരാലോ കരിമീനോ എന്തെങ്കിലുമൊക്കെ കാണാറുള്ളതാണേ. പോയി നോക്കാം. നമ്മളുള്ളത് നമ്മുടെ പുഴയിലല്ല കേട്ടോ, സിമിയുടെ വീടിൻ്റെ അവിടുത്തെ പുഴയിലാണേ. അപ്പം നമ്മൾ വന്നപ്പം അവിടെ 2 കരിമീൻ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ. അവരെ കിട്ടുമെന്ന് നോക്കുവാണേ. ഞാൻ പറഞ്ഞതേ ആ അച്ഛമ്മീനിൻ്റെയും അമ്മമീനിൻ്റെയും ഇടയിൽ കുറേ ഉമ്പിരി കുഞ്ഞുങ്ങളുണ്ടേ. അവിടെ ഒരു ചാക്കിനടിയിലേ ആ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടേ ആ അച്ഛമ്മീനും അമ്മമീനും കൂടി മാറി മാറി വന്ന് ഞങ്ങളെ നോക്കുവാണ് കേട്ടോ. ഞങ്ങൾ പോയോന്നേ. ഈ സാഹചര്യത്തിലേ നമുക്ക് വീട്ടിൽ പോയി ഇച്ചിരി ചമ്മന്തി അരച്ച് ഒരു മുട്ടയും പൊരിച്ച് ചോറണം. ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. കണ്ടോ, ഒരു ദൂരം പുറത്ത് വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ കയറി ഒളിച്ചിരിക്കുവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ടേ നമുക്കിപ്പോൾ നല്ല കട്ട വെയിലാണേ. അയ്യോ, വെയിലത്തൊക്കെ മീൻ മുങ്ങിയൊക്കെ നടക്കാറുണ്ട് സാധാരണ. എല്ലാവരും ഒന്ന് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പിന്നെ കാടും പടലമൊക്കെ ഇതുണ്ട്. കാടും പടലമൊക്കെ ആയതുകൊണ്ട് നമുക്കത്ര കുഴപ്പമില്ല. നല്ല നമ്മുടെ മീൻ തെറ്റാൻ പോകുന്ന സ്ഥലത്ത് ഇച്ചിരി വെയിലുണ്ട്. ചെമ്പരത്തിപ്പൂ നമ്മുടെ പടിഞ്ഞാറ് പറമ്പിൽ കൂടി കയറിയിട്ട് പോകും. നമ്മുടെ പടിഞ്ഞാറ് പറമ്പിൽ ഒരു കൊലമില്ലേ, പൂവങ്കായാണെന്ന് തോന്നുന്നു. കണ്ടു, കുഞ്ഞുക്കൊല. അവനെ വെട്ടാറായിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നമ്മൾ അന്ന് തട്ട ജാതിയില്ലേ, നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ജാതിയൊക്കെ നല്ല തളിർ കുട്ടന്മാരായിട്ടാണ് നിൽക്കണേ. അവിടെ ഒരു മീൻ വെട്ടി ഒച്ച കേട്ടല്ലോ, വലുതേതാണ്ട്. നമുക്ക് പോയാലോ? ഇനി പോയിട്ട് വേറെ എന്തെങ്കിലും കറി വെക്കാൻ നോക്കണം. ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് അമ്മയും മക്കളും കൂടി നിൽക്കണം കൊണ്ടേ കരിമീനെ നമ്മൾ പിടിച്ചില്ല. ഇനി നമുക്ക് ഇപ്പം തന്നെ ഏതാണ്ട് 11 മണി ആയിട്ടുണ്ടേ. നമുക്കിനി വേറെ എന്തെങ്കിലും കറക്കി കിട്ടുവാന്ന് നോക്കാം. സാധാരണ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അതിനെ പിടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, ഓടൂല. പക്ഷേ നമുക്കൊരു സങ്കടം. അങ്ങനെ നമ്മൾ വന്നിട്ട് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചേ. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുവാണേ. അങ്ങനെ എല്ലാം റെഡി ആയപ്പോൾ കുഞ്ഞനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ തിരക്ക് പിടിച്ചൊരു സൺഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ, ഓക്കെ, സീ യു.